കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. 2 വാക്യം കൂടെ വായിച്ച് നിർത്തുക. അത് വിശദീകരിക്കുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് അതിന്റെ പൂർത്തീകരണമാകൂ. ഇത് പെന്തിക്കോസ് ഉപദേശവും കൂടാ. അപ്പൊ ഇത് പറഞ്ഞു നോക്കുള്ളൂ. അഭിചാരം പറ്റാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം, 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 അച്ഛാ നേരം പോയെന്നറിയാം. വായിച്ച് മോളെ 23-ന്റെ 9-ഉം 10-ഉം. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത് ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാതിരിക്കാൻ വേർപാട് പാലിക്കണം. ഉപദേശമാണ്. അല്ല, കമ്പത്തി നാളെ ഇറക്കും പോലെ കാളയിട്ട് തുള്ളിക്കും പോലെ 10 മണിയാകുമ്പം കിതാബ് നോക്കിക്കൊണ്ട് എല്ലാം കൂടെ ഇളക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല. ഇളകണം. അത് വേർപാടിന്റെ ഉപദേശമാണ്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. എല്ലാത്തിനും ചെന്ന് തലയിടരുത്. എല്ലാ ചടങ്ങിനും എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ ഉണ്ടല്ലോ നേരമില്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ സഹപാഠന്മാരോട് ഞാനൊരു കാര്യം പറയാം. സഭയിൽ ആളുണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ഉപദേശം നന്നായിട്ട് പറയണം. ചളുക്ക് പോലിരിക്കുന്നതിന് വെച്ചോണ്ടിരുന്നിട്ട് തന്നെ എടുക്കാനാ. എടാ, ഉപദേശം വേർപാടിന് ഉപദേശം പറയണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതാ. കർക്കശമായ വേർപാട് പാലിക്കണം. എല്ലാ ചടങ്ങിനും പോകുവാൻ, എല്ലായിടത്തും പോകാൻ, എല്ലാത്തിനും കൂടാൻ, എല്ലാത്തിനും ആടാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഒരു വാക്യം വായിച്ചങ്ങ് വിട്ടേക്ക്, അതിനെ നേരെ ഉള്ളു, വ്യാഖ്യാനിക്കുന്നില്ല. മോളെ ലേവിയ പുസ്തകം 18-ന്റെ 1 വായിച്ചേ. വേർപാടിന്റെ ഒരു വാക്യം അങ്ങോട്ട് വായിച്ചേ. ഒത്തിരി ഉണ്ട്, ഇപ്പൊ ഒന്നും മതിയല്ലോ. അരി എല്ലാം എന്തോന്ന് ഞാൻ കണ്ടല്ലോ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ബെന്തിക്കോസുകാരോട് പറയണ. ഞാൻ അങ്ങനെ പറയാ, നീ ബെന്തിക്കോസുകാരോട് പറയേണ്ടത്. ബെന്തിക്കോസ് എല്ലാം കേക്ക്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാ. പിന്നെ നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നേരത്തെ നിന്നെടുത്തത് അതാ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അതിന് പാടില്ല. അവിടെ ഒത്തിരി ഉണ്ടാകുന്നു. ഇവിടെ ഇനി ചെലവാക്കണ്ട. അവിടുത്തെ ഒരു കോഴ്സ് ഇവിടെ കൊണ്ട് ഇറക്കണ്ടെന്നായി പറഞ്ഞത്. നേരത്തെ നിന്നെടുത്തത്. അടുത്ത വാക്യം വായിരുമോളെ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും. അതും വേണ്ട. അവിടെ ഹിർവ്യരെ, അർഗ്യരെ, പെരിശരെ, യബൂസ്യരെ, ഹമോര്യരെ ഒത്തിരി ഉണ്ട്. 7 പ്രബലജാതി, 32 ഉപജാതി, മൊത്തം 39 വേറെ ഉണ്ട്. അതൊന്നും വേണ്ട. പിന്നെ എന്നാ വേണം? അവരുടെ മര്യാദ ആചരിക്കരുത്. അവിടെ പലതുണ്ട്. അവിടെ ചിലപ്പോൾ നാളെ നോക്കിയെന്നിരിക്കും. പെന്തിക്കോസുകാരോട് പറയുന്നത് നമുക്ക് നാളെ നോക്കണ്ട. നോക്കുന്നവരുണ്ട്, അവർ നോക്കട്ടെ. അത് അവരുടെ വിശ്വാസം. നാം ദൈവമക്കളാ. ഇതെല്ലാം നോക്കത്തില്ലേ പറയാം. ഞങ്ങളുടെ തങ്കമ്മയ്ക്ക് ആയില്യ വന്ന് മറുഭാഷ പറയുന്ന മേരി ആയി പറയുന്നത്. എൻ്റെ അനിയത്തി മോളിക്ക് മകമാ ആന്നോ? പിന്നെ അതില്ലേ നമുക്ക് വെച്ചടി കയറ്റം. മകൻ പറഞ്ഞ മങ്കയെ കാലം തുറന്നിരി. ഇങ്ങനെയുള്ള നാളുകളൊന്നും നോക്കാൻ ഒരു കാര്യമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വേർപാടിനെ സംബന്ധിച്ചു മുഹൂർത്തവും നോക്കണ്ട. പെന്തിക്കോസുകാര് നീ വീട് വെക്കുമ്പോ താനവും കാണണ്ട. ഒരു ബാധകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. നീ കള്ളിപ്പാലെ തൂക്കണ്ട. മംഗലം പൊട്ടക്കലത്തിനകത്ത് കണ്ണ് വെടുത്തി വെച്ച് കമ്പയെ തൂക്കി വെക്കുകയും വേണ്ട. പണിയാൻ വരുന്നത് പറയും കൊച്ചമ്മ ഒരു കള്ളിപ്പാല. എന്തിനാ കള്ളിപ്പാല? നീ മട തൂങ്ങിയെന്നാ പോരെ. നിന്നെൻ്റെ ഒരു കള്ളിപ്പാലയല്ലേ. സഭയ്ക്കകത്ത് എത്ര വഴക്ക് നീ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുണ്ടാക്കി. നീ തന്നെ ഒരു കള്ളിപ്പാലയാ. ടിജുപാഷ എന്നാ ചിരിക്കുന്നേ? ഇവിടെ കള്ളിപ്പാല വല്ലതും ഉണ്ടോ? ഒരു കള്ളിപ്പാലയും വേണ്ട, ഒരു സ്റ്റാച്ചുവും വേണ്ട. ഒരു ബാരകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു നാളും നോക്കണ്ട. പിന്നെ ഞാനെപ്പോഴും പറയും, നമ്മൾ ഈ അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിടന്തർക്ക് അങ്ങനെയുള്ള നാളുകളൊക്കെ പണ്ട് നോക്കി. ഇനിയും വേണ്ട. പെന്തിക്കോസുകാര് നോക്കുന്നവർ നോക്കിക്കോട്ടെ. നീ ദൈവവൈതലാ. പിന്നെ ഇപ്പം നമ്മൾ നോക്കുന്ന ഒരു നാളുണ്ട്. ആ നാളും മറ്റൊന്നുമല്ല. എനിക്ക് പാടാൻ വയ്യ, എന്നാലും അറിയാവുന്നവർ പാടിക്കോ. TPM-കാര് പാടുകയല്ലേ. ആ നാളും നാഴികയുഞ്ഞ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്ത്
ദൈവത്തെ സ്തുതിക്ക്. നമ്മൾ നോക്കുന്ന ഒരൊറ്റ നാളാ കർത്താവിന്റെ നാള്. ഞാൻ നിർത്തുക. ആഭിചാരം പറ്റാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 വേർപാട് പാലിക്കണം, 5 അതൊരു കണക്കായിക്കോട്ടെ. 5 കൈക്ക് 5 വിരലല്ലയോ? ദാവീദ് എത്ര കല്ല എടുത്തേ? 5. പുതിയ നിയമത്തിന് ആദ്യത്തെ 5 പുസ്തകം, 4 സുവിശേഷം, 1 ചരിത്ര പുസ്തകം, 5. ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തനം വരെ 5. അപ്പൊ ഞാൻ ഒരു 5ന്റെ കണക്ക് തരിക. ചില കമ്മിറ്റി 5 എണ്ണമാണ്, അതിപ്പോ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും 5-മത്തത് ആഭിചാരം പറ്റാതിരിക്കാൻ കാര്യം. മോളെ 24ന്റെ 17 ഒന്ന് വായിച്ച. 24:17. ഞാൻ അവനെ കാണും. ഇപ്പോൾ അല്ല താനും. മതി. കർത്താവിന്റെ വരവാ. ഞാൻ അവനെ കാണും. യോബ് അത് തന്നെ പറഞ്ഞേ, അവനെന്നെ കൊന്നാലും ദൈവത്തിന്റെ മകത്ത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇതാണ് നമ്മുടെ ഉപദേശം. 1 ആഭിചാരം പറ്റാതിരിക്കാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടോണം, 2 സ്നാനപ്പെട്ടോണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 വേർപാട് പാലിക്കണം, 5 കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ യേശുവിന് താമസിക്കത്തില്ല. തിരുസഭയെ ചേർക്കാൻ സമയമായി. ഇതാവൻ മേഘാരൂഢനായി വരുന്നെന്ന് വചനത്തിൽ വായിക്കുന്നു. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അധികം താമസമെന്നാ വരും. ഞാൻ അവനെ കാണും. പ്രത്യാശയുള്ള ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിക്കുക.